യുദ്ധം വലിയ രീതിയിൽ അടുക്കളയിലും പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. സാമ്പത്തികമായും മാനസികമായും ഒരു പ്രശ്നമായി ഇത് മാറാനുള്ള ഒരു സാഹചര്യം ഹോട്ടലുകളുടെ ഓക്സിജനാണ് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് എന്നുള്ളതാണ്. രാജ്യത്തുടനീളം ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തി രാജ്യത്തെ പാചകവാതക വിതരണ പ്രതിസന്ധി. ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിലയിലുണ്ടായ വർധനവും വിതരണത്തിലെ കുറവുമാണ് തിരിച്ചടിയാകുന്നത്. യുദ്ധം വലിയ രീതിയിൽ അടുക്കളയിലും പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. LPG തീരുമെന്ന പേടിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഇടുത്തിയായി ഇന്ധനക്ഷാമം, അടുക്കള പൂട്ടുമോ? രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയുടെ ആഴം എത്രമാത്രം? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. അഖില, ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതൊരു നിസ്സാര പ്രശ്നമല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. അതിങ്ങ് കേരളത്തിലും എത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ സംസ്ഥാനത്തൊട്ടാകെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എങ്ങനെയായിരിക്കും ഇതിന് പരിഹാരം കാണാൻ കഴിയുക? അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ നേരിടും? അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള ഈ അസ്ഥിരത അത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഇന്ത്യയെ ബാധിക്കുമെന്ന് ആദ്യം തന്നെ നമുക്കറിയാവുന്നതാണ്. സാമ്പത്തികമായും ഒപ്പം നമ്മുടെ ഈ വിതരണ ശൃംഖലയിലും ചരക്ക് നീക്കത്തിലുമൊക്കെ വലിയ പ്രശ്നം നമുക്കുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്ന കാര്യമാണ്. ഇപ്പോൾ അത് നമ്മുടെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ചരക്ക് നീക്കത്തെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാചകവാതകം, LNG, LPG അടക്കമുള്ള ക്രൂഡ് ഓയിൽ അടക്കമുള്ള സാധനങ്ങളുടെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നേരിടാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മുംബൈ തുറമുഖത്തേക്ക് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ എത്തിയിട്ടുണ്ട്. അടുത്ത് ഒരു കപ്പൽ വരികയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അശ്വതി സൂചിപ്പിച്ച പോലെ വലിയ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ LPGയുടെ ലഭ്യതക്കുറവ്. സാധാരണഗതിയിൽ നമ്മളൊരു ഗ്യാസ് ബുക്ക് ചെയ്താൽ 2 ദിവസം, കൂടിപ്പോയാൽ 3 ദിവസം അതിനുള്ളിൽ നമുക്ക് ഗ്യാസ് സാധാരണഗതിയിൽ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടാൻ ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയന്ത്രണം 25-30 ദിവസം, ഗ്രാമീണ മേഖലയിൽ അത് കുറച്ച് കൂടുതലാണ്, നഗരമേഖലയിൽ അത് മറ്റൊരു തരത്തിൽ വരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം എത്രത്തോളം സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ്. അതായത് ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് മറ്റ് ബദൽ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ അടുപ്പ് കത്തിക്കാനുള്ള ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ അടുപ്പാണ് പ്രധാനമായും, വിറക് ശേഖരിക്കുക, അടുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നഗരമേഖലയിൽ അതൊരിക്കലും ഒരു പോസിബിളായ ഒന്നല്ല. നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടുപ്പ് കൂട്ടാനുള്ള സ്ഥലമില്ല. പലരും ഇപ്പോൾ അടുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അടുക്കളയിൽ നിന്ന്. ഇപ്പം ഗാർഹിക മേഖലയിൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഗ്യാസ് ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി അതും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഹോട്ടലുകളെയും വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടല്ലോ ഇത്. തീർച്ചയായും അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഹോട്ടലുകൾക്കാണ് ഇതൊരു തിരിച്ചടിയായി അല്ലെങ്കിൽ ഇരുട്ടടിയായി മാറുന്നത്. ഹോട്ടലുകളെ മാത്രമല്ല, ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും അഖില നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു, അതായത് ഗ്രാമമേഖലയെ അപേക്ഷിച്ച് സിറ്റികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ജോലിക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലം, വിദ്യാർത്ഥികൾ പല ഹോസ്റ്റലുകളും ആശ്രയിച്ച് നിൽക്കുന്ന, അവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അതിഥി തൊഴിലാളികൾ, ടെക്കികൾ, അങ്ങനെ ഒരുപാട് പേര് ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ഹോട്ടലുകളാണ്. ഹോട്ടലുകളെ സംബന്ധിച്ച് ഈ വിറക് അടുപ്പ് ഒരു ബദൽ മാർഗം സ്വീകരിക്കുക അത്ര പ്രായോഗികമല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ സുരക്ഷാ മാർഗങ്ങളൊക്കെ മുൻനിർത്തി അധികം വിറകടുപ്പ് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തടക്കം ഉണ്ട്. ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടമ്മമാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോഴും കേന്ദ്രം പറയുന്നത് ഭയപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, 25% നമ്മൾ ഓക്കെയാണ്, ബാക്കി നമ്മൾ ഓക്കെ ആക്കും എന്നുള്ളത് തന്നെയാണ് കേന്ദ്രവും പറയുന്നത്. അപ്പോഴും ഈ ഒരു ആശങ്കയാണ് ഹോട്ടൽ ഉടമകൾ അടക്കം പങ്കുവെക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപാരികൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 20% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. ഇനി ഈ തുറക്കുന്ന ഹോട്ടലുകളാകട്ടെ ഭക്ഷണ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുന്ന ഭക്ഷണ രീതികളൊക്കെ മാറ്റി നിർത്തി അവരും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും അവർ ആശങ്ക പങ്കുവെക്കുന്നത് ഇത് എത്ര ദിവസം ഓടാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്ന കരിഞ്ചന്ത, ഗ്യാസ് ഉണ്ടെങ്കിൽ പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അത് എത്രത്തോളം സത്യമുണ്ട്, വാസ്തവമുണ്ട് എന്നറിയുന്നില്ല. സൗദി, ഖത്തർ, UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതലായി നമ്മുടെ ഈ പാചകവാതകമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി അവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും നമ്മളെ സ്വാഭാവികമായും ബാധിക്കും. അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ കരിഞ്ചന്ത വഴി ഉപയോഗിക്കേണ്ടി വരുന്നത് സാമ്പത്തികമായി നമ്മൾ അധിക പണം നൽകേണ്ട സാഹചര്യം വരും. ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ
പണം, അതായത് അതിനാവശ്യമായി ചെലവാക്കേണ്ട തുക കൂടും. ഇതേ കാര്യം തന്നെയാണ് കപ്പലുകൾക്കൊക്കെ ഇൻഷുറൻസ് തുകയൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും തുക കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് മാനസികമായി മാത്രമല്ല സാമ്പത്തികമായി കൂടി. ഗാർഹിക ഗ്യാസിന് ഇപ്പോൾ 60 രൂപ കൂടി, വാണിജ്യ ഗ്യാസ് ഉപയോഗത്തിന് 114 രൂപ കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇത് എത്ര രൂപ കൂട്ടിയാലും അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. കാരണം അവർ പാനിക്കായിരിക്കുന്നത് എന്താണ്, ഗ്യാസ് കിട്ടുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. പാനിക് ബുക്കിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരും പറഞ്ഞത്. അതായത് പാനിക് ബുക്കിംഗ് ഉണ്ടാകുന്നതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി കാരണം. അതായത് ആളുകൾ ഇനി ഗ്യാസ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഉദ്ദേശിച്ച് ഒരുപാട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകളുടെ ആശങ്കയിൽ അടിസ്ഥാനമുണ്ട്. അവർക്ക് കൃത്യമായി ഇത് ഉപയോഗിക്കണം. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ നമ്മളിപ്പോൾ അടുക്കളയിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ടെങ്കിൽ കൂടി അടുക്കളയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഗ്യാസ് തീർന്നു പോകുമോ എന്നുള്ള ആശങ്ക, നാളെ ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. അപ്പോൾ അതൊരു മാനസികമായ പ്രശ്നം കൂടിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഈ ഗ്യാസ് ലഭിച്ചില്ല എങ്കിൽ അടുക്കള പൂട്ടിയിടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വീട്ടമ്മമാർ എന്തായാലും ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഗ്യാസ് ഉണ്ടാവുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സാമ്പത്തികമായി പറഞ്ഞത് ഇവരുടെ ഈ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് ഈ സമയത്ത്. അതായത് ഗ്യാസിന്റെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെയും വൈദ്യുതി ചെലവ് അധികമായി വരികയാണ്. അതിനും നമ്മൾ കൂടുതൽ പണം നൽകേണ്ട സാഹചര്യം. സ്കൂളുകളിലെ ഭക്ഷണ രീതി എങ്ങനെയാണ്? വിറകടുപ്പ് പാടില്ല എന്നുള്ള മാർഗനിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വിദ്യാഭ്യാസ മേഖല അത് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ വീണ്ടും അത് വിറകടുപ്പിലേക്കായി വരുന്നുണ്ട്. കാരണം ഈ ഗ്യാസിന്റെ ലഭ്യത ഇപ്പോൾ പരീക്ഷക്കാലമൊക്കെ ആണെങ്കിൽ പോലും സ്കൂളിലെ പാചകപ്പുരയിലേക്ക് വിറകിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ശ്മശാനങ്ങളിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം എത്രത്തോളം ടൺ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ശ്മശാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കാം അങ്ങനെയെങ്കിൽ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. സംഘർഷം ഇങ്ങനെ നീണ്ടുപോവുകയാണെന്ന് ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. കാരണം സംഘർഷം നീണ്ടുപോയാൽ അത് പിന്നെ ഈ കാലതാമസം വരുമല്ലോ ലഭ്യതയ്ക്ക്, അത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമെന്നതിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ പെട്ടെന്ന് സംഘർഷം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുക, പക്ഷേ എങ്കിൽ പോലും ഇതൊരു സാധാരണഗതിയിലേക്ക് മടങ്ങി വരാൻ കൂടുതൽ സമയമെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതിഥി തൊഴിലാളികൾ. അവരും ഈ ആശ്രയിക്കുന്ന ഹോട്ടലുകളെ പോലുള്ള കാര്യങ്ങളെയാണ്. അങ്ങനെയാണെങ്കിൽ ഹോട്ടലുകളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികൾക്കൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. തൊഴിൽ മേഖലയെ സ്വാഭാവികമായി ബാധിക്കും. ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ പറയുന്നതോടെ ഗ്യാസ് കിട്ടുന്നില്ല, അപ്പോൾ ഒരു ഹോട്ടൽ അടച്ചിടുവാൻ തീരുമാനിക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ തൊഴിലാളികളെല്ലാം മടങ്ങിപ്പോവും. ഇനി ഗ്യാസ് ലഭ്യത ഉറപ്പായ പോലും പിന്നെ ഈ തൊഴിലാളികളൊക്കെ തിരിച്ചെത്തിയാലേ ഇവർക്ക് സാധാരണഗതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതും ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല. 2026 ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ആകെ LPG ഉപഭോഗം 33 മുതൽ 34 മില്യൺ മെട്രിക് ടണ്ണായി ഉയരുമെന്നാണ് സാധാരണയായ കണക്ക്. 2017 അപേക്ഷിച്ച് 44% എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തുടനീളം ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. ആ വിതരണത്തിനുള്ള സിലിണ്ടറുകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആഭ്യന്തര റിഫൈനറികളോടൊക്കെ നമ്മൾ ഉൽപ്പാദനം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. 25% കൂട്ടണം എന്നാണല്ലോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. 25 മുതൽ 28% വരെ ഒരു വർധനവിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഈ സമയം നിർബന്ധിതമായും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ പശ്ചിമേഷ്യ മാത്രം ആശ്രയിക്കാതെ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളെ കൂടി ആശ്രയിച്ച് നമ്മൾ കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാർ അത്തരം നടപടികളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമങ്ങൾ കൂടി വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കാം. തീർച്ചയായും ഈ വ്യാപാരികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാലത്തെ പോലെ ഒരു പ്രതിസന്ധിയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളത്. കാരണം അവരാശ്രയിക്കുന്നത് ഉപജീവന മാർഗം ഹോട്ടലുകൾ, കാറ്ററിംഗ് മേഖല, ഇതൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം, ഒപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരുടെ ഉപജീവന മാർഗം ഇതിനൊക്കെ തടസ്സം നേരിടും. അപ്പോൾ കോവിഡ് കാലത്തെ പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക വ്യാപാരികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹോട്ടലുകളുടെ ഓക്സിജനാണ് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കുന്നത് അതായത് ഇന്ത്യയുടെ വാർഷിക LPG ഉപഭോഗം എത്രയാണെന്ന് അറിയാമോ അഖില? അതായത് 31.3
മില്യൺ ടണ്ണാണ്. അപ്പോൾ വീട്ടിലെ ഉപയോഗം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 87% വരും. വാണിജ്യ ഉപയോഗമാകട്ടെ അത് 13%. ഇന്ത്യയുടെ LPG ആവശ്യത്തിന്റെ ഏകദേശം 62% ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ LPG ഇറക്കുമതിയുടെ 85 മുതൽ 95% വരെ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക്. അപ്പോൾ നമ്മൾ എത്ര പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ സംഘർഷത്തെ ഏതു തരത്തിലും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ വേണ്ടത്. ഇനി സംഘർഷം അവസാനിച്ചാൽ തന്നെ സാധാരണഗതിയിലേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിലേക്ക് വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കരിഞ്ചന്തയും ഒക്കെ ഒഴിവാക്കി അതിന് വേണം അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് സംസ്ഥാനമായാലും കേന്ദ്ര സർക്കാരായാലും അടിയന്തര നടപടി ഉണ്ടാകണം. ഒരു തരത്തിലും പൂഴ്ത്തിവയ്പ് അനുവദിക്കാതിരിക്കുക, ആളുകളെ പാനിക് ആക്കാതിരിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികം വേണം. അല്ലെങ്കിൽ കാരണം ആളുകൾ, ഞാനടക്കമുള്ള സാധാരണ, ഞാനിപ്പോൾ ഒരു ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി, പക്ഷെ എനിക്ക് ആ ഗ്യാസിന്റെ നമ്പർ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എത്ര ദിവസം അങ്ങനെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അയ്യോ എനിക്ക് ഗ്യാസ് കിട്ടിയില്ല എന്ന് ആശങ്കയോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്, അവർക്ക് ആവശ്യങ്ങൾ ഉള്ളതാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും, ജോലിക്ക് പോകുന്ന രോഗികളായ ആളുകളുള്ള വീടുകളാണ്. ആശുപത്രി മേഖലയും ഇതുപോലെ ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ക്യാൻറ്റീനുകൾ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഫുഡ് ലഭിക്കും എന്നുള്ളതൊക്കെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ചും ഈ 2 ഗ്യാസ് കുറ്റിയൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ചിരൂടെ എളുപ്പത്തിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ഗ്യാസ് കുറ്റിയൊക്കെ ഉള്ളത് അത് തീർന്നിട്ട് അടുത്തത് ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ടത് ഈ ഗ്രാമീണ മേഖലയിലൊക്കെ 45 ദിവസത്തെ ഇടവേള എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗ്യാസ് എന്നുള്ളത് നമ്മുടെ അശ്വത് നേരത്തെ സൂചിപ്പിച്ച പോലെ വീടുകൾക്കാണെങ്കിലും ഹോട്ടലുകൾക്കാണെങ്കിലും ഒരു ഓക്സിജൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഓക്സിജൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിതാപകരമാണ്. മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരു കാര്യമായി മാറും. ഒപ്പം തന്നെ ഈ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധി, ഇപ്പം നമുക്ക് അരിയും പച്ചക്കറികളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ധനം എത്താതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് ചരക്ക് നീക്കം പൂർണ്ണമായും രാജ്യത്തിനകത്താണെങ്കിലും നിന്നു പോകും. അങ്ങനെ പെട്രോളും ഡീസലും ഒക്കെ ഇല്ലാതെ വാഹനങ്ങൾ ഓടില്ലല്ലോ. അതപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുക്കള ഈ ഗ്യാസിനപ്പുറത്തേക്ക് അടച്ചുപൂട്ടേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ കോവിഡ് സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ കോവിഡ് കാലത്ത് ഇത്തരം പ്രതിസന്ധി ഇല്ലായിരുന്നു. വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അത് സാധാരണപ്പെട്ട ആളുകളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ അടുക്കള അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആവശ്യമായ നടപടികൾ എടുക്കണം. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒഴിവാക്കാനുള്ള നടപടികളാണ് അടിയന്തരമായി വേണ്ടത്. ഒപ്പം തന്നെ വിതരണം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് വേണ്ടത്. ഏതായാലും അടിയന്തര ഇടപെടലുകൾ പ്രതീക്ഷിക്കുകയാണ്. ഇടപെടലുകൾ ഉണ്ടാകട്ടെ, പരിഹാരം ഉണ്ടാകട്ടെ.